ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നും ചെയ്യണപ്പോൾ മോശമാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, മോശമായിട്ടല്ല, നല്ലൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാനിരിക്കുന്നത്. കാതിൽ നിന്ന് കമ്മലൂരിപ്പോയി. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ സോനു എന്ന് പറഞ്ഞ ഒരു ഐ ഡി ഉണ്ട്. ആ ഐ ഡിയിൽ ഒരു കമൻറ്റ് വന്നതാണ് സോനുവിന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ സാലറി ചോദിക്കുന്ന ആൻറ്റിമാരോട് നമ്മൾ എന്ത് മറുപടി കൊടുക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോനേഷ് അതിന് മറുപടി കൊടുത്തെന്താണെന്ന്, സോനു കൊടുത്ത മറുപടി പ്ലിങ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല മറുപടി അതാണ്. അവരങ്ങോട്ട് പ്ലിങ് ആക്കണം. കാരണം അങ്ങനെ പ്ലിങ് ആവേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഞാനും 48 കഴിയാൻ പോകണമെങ്കിൽ മെയ് 27 എൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ കേട്ടോ. 27 മറക്കരുത്. അപ്പം 48 കഴിഞ്ഞ് 49 ഞാൻ കിടക്കുമല്ല കടക്കും. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, ചെറിയ കുട്ടികളെ കാണുമ്പോൾ, അവർ ജോലിയൊക്കെ ചെയ്ത് നല്ല യങ്ങായിട്ട് നടക്കുന്ന പിള്ളേരെ ഒക്കെ കാണുമ്പോൾ ഫ്രസ്ട്രേഷനുള്ള കുറച്ച് ആൾക്കാർ. കുട്ടികളോട് തന്നെ എല്ലാവർക്കും ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക. നല്ല രീതിയിൽ ജീവിക്കുകയും നല്ല രീതിയിൽ ഒരു കുടുംബം കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യണ പെണ്ണുങ്ങളെ കാണുമ്പോഴും ആണുങ്ങളെ കാണുമ്പോഴും ഇവർക്ക് അങ്ങോട്ട് ചൊറിച്ചിൽ വരും. ഇങ്ങനെ ചൊറിയാൻ വരുന്ന അമ്മാവന്മാരോടും അമ്മായിമാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വല്ലാതെ അങ്ങോട്ട് ചൊറിയാൻ തോന്നുമ്പോൾ സ്വന്തം ശരീരത്തിലായിട്ട് അങ്ങോട്ട് ചൊറിയുക. കുറച്ചധികം നേരം ചൊറിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചോര പിടിയും. ആ ചോര പിടിയുമ്പോൾ മനസ്സിലാവും, ഓ ഇതാണല്ലേ ചൊറിഞ്ഞാൽ കിട്ടുന്ന ആനന്ദം എന്ന്. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കുമുണ്ട് മക്കൾ എന്നുള്ളത്. അതോർമ്മയില്ലാത്തവരാണ് ഇങ്ങനെ ചൊറിയാൻ വരിക. നമുക്കും തിരിച്ച് മറുപടി പറയാൻ അറിയാണ്ടല്ല, പക്ഷേ നമ്മൾ സംസ്കാരമുള്ളവരാണ്, മാന്യതയുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ മറുപടി പറയില്ല. സോനു പറഞ്ഞ പോലെ പ്ലിങ് എന്ന് ചിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അറിയാതെ നമ്മുടെ വായിന്ന് വീണു പോകും. അതൊന്നും ആരും കാര്യമാക്കേണ്ട, നമുക്ക് അറിയാതെ സംഭവിച്ചു പോണതാണ്. കാരണം നമ്മുടെ സ്നേഹം അറിയിക്കുന്നവരുണ്ട്, നമ്മുടെ ദേഷ്യം അറിയിക്കുന്നവരുണ്ട്, നമ്മുടെ വെറുപ്പർഹിക്കുന്നവരുണ്ട്. ഇതിനും അർഹത വേണം. സ്നേഹത്തിനും അർഹത വേണം, വെറുപ്പിനും നമ്മുടെ വെറുപ്പിനും ഒരാൾക്ക് അർഹത വേണം, നമ്മുടെ ദേഷ്യത്തിനും ഒരാൾക്ക് അർഹത വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിതൊക്കെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കരുത്. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ നല്ലപോലെ ഒരുങ്ങി നടക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നല്ല രീതിയിൽ മേക്കപ്പ് ഇട്ട് ഒരുങ്ങി നടക്കുന്ന ഒരാളാണ്. എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നെ സ്ഥിരമായിട്ട് ഒരുക്കി തരുന്ന ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ട്, ശീലപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കും. സ്നേഹത്തോട് ശീലപ്പ എന്ന് വിളിക്കും. അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ ഡ്രീംസ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറുണ്ട്. അദ്ദേഹം നമ്മുടെ സിനിമ മേഖലയിലൊക്കെ മേക്കപ്പൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ചൊറിയാൻ വരുന്ന ചില കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ചില ഇതുകൾ നമ്മുടെ അനുഭവത്തിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു കയറാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടാൽ ചോദിക്കും, അയ്യോ ഇന്നെന്താ ഇങ്ങനെ ഇട്ടിരിക്കണേ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇട്ടേ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ കണ്ടിരിക്കണേ. ഇതൊക്കെ നമ്മുടെ സൗകര്യമാണെന്നേ, നമ്മുടെ ഇഷ്ടം അല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എൻ്റെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കൊടുങ്ങല്ലൂർ അമ്മ നല്ല പോലെ തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജോലി ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് എനിക്കൊരു ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങാം. ഇല്ലേ കൂട്ടുകാരെ? അതുമല്ലെങ്കിൽ ജയശീലിനെ കൊണ്ട് എൻ്റെ മുഖം ഒന്ന് സൗന്ദര്യം കൂടുതലാക്കാനുള്ള പ്രവൃത്തിയും ചെയ്യിക്കാം. അതും എൻ്റെ സൗകര്യമാണ്. അതിനൊന്നും ആരും ചൊറിഞ്ഞിട്ട് കാര്യമില്ല. വല്ലാണ്ട് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ബലകുളജാതി എണ്ണ വാങ്ങി ശിരസിലിടുക, ഗന്ധർവഹസ്താതി എരണ്ട തൈലം ചെറു ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കുടിച്ചിട്ട് കിടക്കുക. അപ്പോൾ ഒരു സമാധാനം കിട്ടും. ഇത്രയേ എനിക്ക് ചൊറിയാൻ വരുന്നവരോട് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.